എല്ലാവർക്കും കിട്ടുമല്ലോ പിന്നെ. ആ, ഇത് തപാലിലൂടെ അവിടെ എത്തിക്കൊണ്ടിട്ട് കിട്ടും, മിക്കവാറും നിങ്ങൾക്ക് കിട്ടും. മണിക്കൂറുകൾക്കുള്ളിൽ ഇത് കിട്ടിയിരിക്കും എൻ്റെ അമ്മ. അപ്പോൾ എല്ലാവർക്കും അതുപോലത്തെ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് ഉമ്മയോട് കൂടിയിട്ട് പഴയ അടയ്ക്കലിൽ നിന്ന് പഴയ അമ്മയും പഴയ മോനും പഴയ ചട്ടിയും പഴയ സ്റ്റൗവുമായി വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ എന്താണ് അമ്മ അന്നത്തെ ഒരു നാടൻ, അതായത് ഈ കർണാടകയിലെ വില്ലേജിലൊക്കെ ഉള്ള ആൾക്കാരില്ലേ, അവര് ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു കൃഷിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവര് ഒരു ഗൗഡാസ്. നിങ്ങളുടെ വീടൊക്കെ ടൗണിലായിരുന്നല്ലോ, അവിടെ എവിടെ കൃഷിക്കാരുണ്ടായിരുന്നു? അവര് കൃഷി ഉണ്ട്, നമ്മുടെ വീട്ടിന്റെ അടുത്ത് അവർക്കൊരു വീടുണ്ട്. അവിടെ സ്കൂളൊക്കെ പോകാൻ വേണ്ടിട്ട് കുട്ടികളൊക്കെ ആയിട്ട് അവിടെ താമസിക്കും. കൃഷി ഉണ്ട് പറഞ്ഞാൽ അവർ കൃഷി ഉള്ളിലാണോ, കൃഷിത്തോട്ടത്തിന്റെ ഉള്ളിലാണോ ഇരിക്കുക. വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ അവരങ്ങോട്ട് പോകും. കൃഷിക്കാരാണ്. പക്ഷെ അവര് നാടൻ വെപ്പുകൾ അവരുടെ കുറെ ഉണ്ട്. അതിൽ ചിലതൊക്കെ ഞാനിങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഒരു നാടൻ മുട്ടക്കറിയാണ്. അതായത് ഉരുളക്കിഴങ്ങ്, പൊട്ടാറ്റോ, മുട്ട പുഴുങ്ങി ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ വെച്ചത്, പൊട്ടാറ്റോ അതുപോലെ വെച്ചത്. പിന്നെ ഇതാ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, തക്കാളി, അധികം തക്കാളി വേണ്ട, ഒരു ചെറിയ തക്കാളി, പിന്നെ ചെറിയ ഉള്ളി ചതച്ചത്, അതും ചതച്ചത്. ഇതൊക്കെ കല്ലിലിട്ട് ചതച്ചാൽ, മിക്സിയിലല്ല കേട്ടോ. പിന്നെ കറിവേപ്പില, പച്ചമുളക്. പിന്നെ ഈ മസാല, ഇതൊരു മസാല എങ്ങനെ അറിയാം, നമ്മളീ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ വേറെ വേറെ അല്ലേ നമ്മൾ എടുക്കുക. പക്ഷെ അവരങ്ങനെയല്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലി, മുളക്, ഏലക്ക, ഗ്രാമ്പു, പട്ട, ഒരു ഇത്തിരി പെരുംജീരകം, നല്ല ജീരകം, കുരുമുളക്, മഞ്ഞൾ, കറിവേപ്പില. ഇതൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇത് പൊടിച്ചെടുക്കുക. അവർ ഓരോന്നിനും ഓരോരോ രീതിയിൽ ഇങ്ങനെ പൊടിച്ച് അവർ വെക്കും. കൂടുതൽ അവരെല്ലാം ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ഒക്കെ ചെയ്ത് പൊടിപ്പിച്ച് വെക്കും. വേറെ സാമ്പാറിന് വേറെ, പിന്നെ എന്താണ് ഇഡ്ഡലി സാറിനൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുക, അതിന് വേറെ. വെറും എന്തെങ്കിലും പച്ചക്കറികൾ വെക്കില്ലേ, പുളി എന്ന് പറയും നമ്മൾ, പുളി എന്ന് പറയില്ലേ, പച്ചക്കറി പുളി വെക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളതിന് വേറെ, ഇറച്ചിക്ക് വേറെ, മീനിന് വേറെ, ഒക്കെ അവർ വേറെ വേറെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ, എല്ലാം കുറേശ്ശെ എടുക്കില്ല. അപ്പൊ ഇന്ന് ഞാൻ അവർ പൊടിച്ച പോലെ ഞാൻ പറഞ്ഞില്ലേ, മുളക്, മല്ലി, കറിവേപ്പില, കുരുമുളക്, ജീരകം, പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കസ്കസാന്ന് പറയും, അത് മറന്നു ഞാൻ പറയാം. അത് എല്ലാം കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ്, കുറച്ചൊന്നിങ്ങനെ കുറച്ച് റോസ്റ്റ് ചെയ്ത് പൊടിക്കുക. എണ്ണയൊന്നും ഇടണ്ട, അങ്ങനെ പൊടിച്ചതാണത്. പിന്നെ ഒരു 2 സ്പൂൺ നാളികേരം, ഒരു നുള്ളു മഞ്ഞളും കൂട്ടി അരച്ചു. വേറെ ഒന്നും, ഇത്രയേ ഉള്ളൂ. ഇത് ആദ്യം നമുക്ക് വരവിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മളിപ്പോൾ എല്ലാ സാധനവും നമ്മൾ കേരളത്തിലും നോർത്തും കർണാടകത്തിലും ചില ഇതൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇവർ നാട്ടുമ്പുറത്തുള്ള ആൾക്കാരില്ലേ, അവര് ഒന്നും അങ്ങനെ വറവിട്ടിട്ടല്ല വെക്കുക. അപ്പൊ ഇതാ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ആദ്യം ഉരുളക്കിഴങ്ങ് ഇട്ടു. നമുക്കപ്പോൾ വറവിടണ്ട. അപ്പൊ ഇതാ ഈ ചതച്ച ചെറിയ ഉള്ളി ഇട്ടു, തക്കാളി ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടു. ഇനി അതും അതിലിട്ടു. ഒന്നും നമുക്ക് എണ്ണയിൽ തടുക്കി അങ്ങനെയൊന്നും അവർ ചെയ്യാറില്ല. പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇടാം. എന്നിട്ട് ഒന്ന് വെള്ളം, ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളാണെങ്കിൽ ഇതൊക്കെ എണ്ണയിൽ വഴറ്റി മുട്ടക്കറിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെയല്ലേ, പക്ഷെ അവരിത് അങ്ങനെയല്ല. അപ്പം അതും കൂടി നമുക്കൊന്ന് നോക്കാമല്ലോ. പക്ഷെ ടേസ്റ്റൊക്കെയാണ് കേട്ടോ, ഞാൻ കൂട്ടിയിട്ടുണ്ടല്ലോ, വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം അത് ടേസ്റ്റൊക്കെ ഉണ്ട്. നീ കൂട്ടിയിട്ടൊക്കെ ഉണ്ടത്. ആദ്യമായിട്ട് കൂട്ടുമ്പോൾ ഒന്നും പറയണ്ട. ഇങ്ങനെ വെച്ചിട്ട് തരുമ്പോൾ നിനക്ക് ഇങ്ങനെയാണോ വെച്ചതെന്ന് അറിയില്ലല്ലോ, അതാണ്. അപ്പം ഇത് വേണം. ഇത് നിങ്ങൾക്ക് ഇതൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒറ്റ ഉരുളക്കിഴങ്ങ് ആണ് എൻ്റെ ആവശ്യത്തിന് എടുക്കുക. ഇനി ഇത് അടച്ചു വയ്ക്കുക. ഇത് വേവണം. ഇത് വേവണ വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് വെറുതെ ഇരിക്കണം. അപ്പോൾ അമ്മ
ഞാനിന്ന് സ്വാഭാവികമായിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. കണ്ടോ കണ്ട കറിവേപ്പില ഇടാത്തൊരു സംഭവം നമുക്കില്ല എന്ന് നമുക്കറിയില്ല. എന്നിട്ട് അമ്മ എന്ത് കറിവേപ്പില ഇടാണ്ടിരുന്നത്? അത് മറന്നതാണ്. ഇനി പിന്നെ കുറച്ചിടണം. അത് ഇപ്പൊ തന്നെ അങ്ങനെ ഇട്ടോ? പിന്നെ ഇടാൻ പറ്റില്ല. ആണോ? അപ്പോൾ ഈ എപ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ടൊരു കാര്യം കേൾക്കാറുണ്ട് ആരുടെ വായിൽ. എന്താ പറയുക, എന്താണ് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ എന്താണ് ഇപ്പം എന്തെങ്കിലും ഒരു വരം കിട്ടുകയാണെങ്കിൽ എന്താണ് ആവശ്യപ്പെടാൻ ചോദിക്കുമ്പോൾ എല്ലാവരും പറയും ബാല്യകാലത്തേക്ക് തിരിച്ചു പോകണം, ബാല്യകാലത്തേക്ക് തിരിച്ചു പോകണം പറയും. അതൊരു ഗോൾഡൻ പീരീഡ് ആയിരുന്നു, ആ കാലത്തേക്ക് തിരിച്ചു പോകണം, അന്നത്തെ ആ ജീവിതത്തേക്ക് തിരിച്ചു പോകണം. എന്തുകൊണ്ടാണ്? ചിന്ത കൂടുതലായത് കൊണ്ടാണോ എല്ലാവരും ഈ ബാല്യകാലത്തേക്ക് തിരിച്ചു പോകണം? കാരണം ഇത്തിരി പ്രായക്കായിക ഭയങ്കര ടെൻഷനും ചിന്തയും ജീവിതവും തന്നെയല്ലേ ഞാൻ ചോദിക്കണത്. അപ്പോൾ അമ്മേനോട് തന്നെ ചോദിക്കണത്. അപ്പോൾ എല്ലാവരും ഈ ടെൻഷനിൽ നിന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ചുമതല കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെ ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണോ ഈ ബാല്യകാലത്തേക്ക് ഓടിപ്പോവുക, ബാല്യകാലത്തേക്ക് ഓടിപ്പോവുക, ഒരു ചിന്തയില്ലാണ്ട് വല്ല ഗോലിയും കളിച്ച് മിഠായി നിന്ന് സുഖമായിട്ടിരിക്കുക പറഞ്ഞിട്ടാണോ ഉദ്ദേശം? ആരോട് ചോദിച്ചാലും ഇപ്പോൾ 100% ഉള്ള ആൾക്കാരോട് 100% പോയി ചോദിച്ചാലും 99% എന്നല്ല 100% ആൾക്കാരും പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാല്യകാലത്തേക്ക് ഒന്ന് തിരിച്ചു പോയാൽ മതി. ആ സ്കൂളിൽ പഠിക്കുന്ന കാലം, ആ ചിന്തയില്ലാത്ത കാലം, എന്തിനെപ്പറ്റി അമിതമായി ചിന്തിക്കാത്തൊരു നല്ല സുവർണമായ ഒരു കാലം, നല്ല ഹെൽത്തി ആയിട്ടുള്ള കാലം. കാരണം മൈൻഡും ഹാർട്ടും എല്ലാം വളരെ റിലാക്സ് ആയിട്ട് നമ്മുടെ ഫിസിക്കലി മെൻ്റലി അല്ലേ, ഫിസിക്കലി ആൻഡ് മെൻ്റലി സമ്പൂർണ്ണമായിട്ടൊരു റിഫ്രഷ് ആയിട്ടുള്ളൊരു കാലം, എന്ത് കഴിച്ചാലും ദഹിക്കുന്നൊരു കാലം, ഏത് ഭക്ഷണത്തിനും രുചിയുള്ളൊരു കാലം, എന്നാൽ രുചികരമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചാടി വീഴുന്നൊരു കാലം. അങ്ങനെയൊക്കെ ആ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ആ പഴയ കാലത്തെയാണോ നിങ്ങൾ ഈ അങ്ങോട്ട് തിരിച്ചു പോകണം എന്ന് പറയണത്? ഇപ്പോൾ ഒരു ടൈം ട്രാവലർ കിട്ടിക്കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ടാവും. ഫ്യൂച്ചറിലേക്ക് പോവുക, ഒരു 25 വർഷം മുന്നോട്ട് പോകാന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു 25 വർഷം പിന്നോട്ട് പോകാന്നുണ്ടാവും. അപ്പോൾ അമ്മയാണെങ്കിൽ എന്താണ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക? അല്ല, ഈ മുന്നോട്ട് പോകാന്ന് പറഞ്ഞപ്പോൾ 2050 ലോകം ഉണ്ടാവും എന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവും. എനിക്ക് എൻ്റെ ആ ബാല്യകാലം തന്നെ മതി. ഒരു 10, 14, 15 വയസ്സ് വരെ ഒക്കെ ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ കാലാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാവരുടെയും, എൻ്റെ എന്നല്ല എല്ലാവരുടെയും ജീവിതത്തിലെ സുവർണകാലം. ഏകദേശം എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു സുവർണകാലം അതാണെന്ന് പറയാം. കാരണം നമ്മുടെ അച്ഛനും അമ്മയുടെ സംരക്ഷണത്തിൽ അവരുടെ എന്താ പറയാ, ആ ഒരു സംരക്ഷണം, ആ ഒരു രക്ഷാകവചം നമുക്ക് പിന്നെ കിട്ടിയേ ഇല്ല എന്ന് പറയാം. അതൊന്ന്. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ തുറന്ന് പറയാം. പറയട്ടെ, നമ്മുടെ ആഗ്രഹങ്ങൾ തുറന്ന് പറയുക. വഴക്ക് കൂടി തല്ലുകൂടി അടി ഇങ്ങോട്ട് കിട്ടിയാലും അതൊക്കെ അച്ഛനും നമ്മൾ എന്തെങ്കിലും ചെയ്താലും നമുക്ക് ആ ഒരു ഇതില്ല. നമ്മുടെ വാശിയിൽ നിന്ന് പിന്നാക്കം വരില്ല. അവരോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കാനും നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യമാണ് അവരോട്. അവർ നമ്മുടെ സ്വന്തമാണ്, അവർ നമ്മളെ ഒന്നും ചെയ്യില്ല, അവർ നമുക്ക് വേണ്ടി ഉള്ളതാണെന്നുള്ളൊക്കെ ഒരു തോന്നല്, അവർ നമ്മളെ നോക്കുന്ന രീതി, നമ്മളെ സംരക്ഷിക്കുമ്പോൾ അവരാണ് നമ്മുടെ ലോകം. അപ്പോൾ അവരോട് നമുക്ക് എന്തും ചോദിക്കുക, എന്തും വാശി പിടിക്കുക, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അവർ ക്ഷമിക്കും. അതുകൊണ്ട് നമ്മൾ ഫുൾ ഫ്രീ ആണ്, നമ്മുടെ മൈൻഡ് ഫ്രീ ആണ്, മനസ്സിൽ ഒന്നുമില്ല, ഒരു കളങ്കം ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ ഉൾക്കൊള്ളാനുള്ള 2 പേരാണ്, അച്ഛനും അമ്മയും. അപ്പോൾ ആ ഒരു സംരക്ഷണ വലയത്തിൻ്റെ ഉള്ളിൽ കിട്ടിയ ഒരു സന്തോഷമില്ലേ പിന്നീട് ഒരിക്കലും കിട്ടില്ല. എന്താ പറഞ്ഞാൽ കുറച്ച് വലുതായി കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചോ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകുമ്പോൾ തന്നെ എല്ലാം പറയുമല്ലോ, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ് കുറേ കണ്ടീഷനുകളൊക്കെ വീട്ടിൽ തന്നെ പറഞ്ഞേക്കും. പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുക, അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകും. അവിടെ നമുക്ക് ഈ സ്വാതന്ത്ര്യം ഉണ്ടോ? ഈ വാശി, ഈ കുട്ടിക്കളി, നമ്മുടേന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടം പോലെ എന്തും ചെയ്യാനുള്ള ഒരു മനോഭാവം നമുക്ക് പിന്നെ എടുക്കാൻ പറ്റുമോ? ഭർത്താവായാലും എത്ര നല്ല ആളാണെങ്കിലും എത്ര നല്ല കുടുംബമാണെങ്കിലും നമുക്ക് ആ വീട്ടിൽ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം പിന്നെ കിട്ടില്ല. അതൊന്ന് അതായോ 2ആയോ. പിന്നെ പഠിച്ച പാഠങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത് കഴിഞ്ഞ് നമ്മൾ മക്കളായി, ആ മക്കളെ വളർത്തുന്നതിലും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതങ്ങൾ പോകും. പിന്നെ മക്കൾ വലുതായി അവർ ജോലിയും കാര്യങ്ങളും എല്ലാം ആയി, അവർക്കൊരു വിവാഹം കഴിഞ്ഞു. ആണായാലും പെണ്ണായാലും രണ്ടും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിച്ചത്. എല്ലാവരുടെ കാര്യമാണ് പറയുന്നത്, എൻ്റെ മാത്രമല്ല, ലോകത്തിലെ എല്ലാ അമ്മമാരും അച്ഛന്മാരുടെയും കാര്യമാണ്. കഴിഞ്ഞാൽ പിന്നെ ആ മക്കളോട് നമുക്ക് ആ പണ്ടത്തെ ഒരു സ്വാതന്ത്ര്യത്തോടെ ഇടപെടാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പൊ നീ പറയൂ, അതെന്താ അമ്മ അങ്ങനെയായിരുന്നു. അപ്പൊ പറ്റുമെന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റും? പറ്റിക്കഴിഞ്ഞാൽ അതില്
ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു. അവള് വിരുന്ന് വരുമ്പോൾ നമ്മൾ അവളെ ഒരു വിരുന്നുകാരിയെ പോലെയാണ് പിന്നെ കാണേണ്ടത്. നമ്മുടെ വായിൽ എന്തെങ്കിലും ഒരു ചെറിയ വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവള് അതിൽ എൻ്റെ ഭർത്താവ് അത് കേട്ടു, അതാ അങ്ങനെയായി, എൻ്റെ ഭർത്താവിന് വിഷമായി, അങ്ങനെ പല കാര്യങ്ങളും അവളുടെ മനസ്സിൽ തോന്നുന്നു. അവളുടെ ഭർത്താവ് പറയും, എൻ്റെ മുമ്പിൽ വെച്ചിട്ട് നിന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ചോദിച്ചല്ലോ, അത് എനിക്ക് അവമാനമായിരുന്നു. അങ്ങനെ പല കാര്യം കൊണ്ട് നമുക്ക് ആ സ്വാതന്ത്ര്യം അവിടെ നഷ്ടപ്പെടുന്നു. പിന്നെ ഒരു ആൺകുട്ടിയെ കല്യാണം കഴിച്ചു, മരുമകൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മരുമകൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ മകൻ, അപ്പോൾ അവൾക്ക് അത് ഇഷ്ടം, നിങ്ങളുടെ അമ്മ അങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങളുടെ അമ്മ അത് അങ്ങനെയുള്ള ഒരു ഇതിൽ അവൾക്ക് ഒരു ഇത് തോന്നും. അപ്പം മകൻ്റെ മുഖം പാടുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇത് ഞാൻ പറഞ്ഞത് കൊണ്ട് അവൻ്റെ സ്വൈരം ഇല്ലാണ്ടായോ, അങ്ങനെ ഒരു തോന്നൽ വരും. പിന്നെ ആ മകനെ നമ്മൾ നമ്മുടെ സാരിത്തുമ്പ് പിടിച്ചായിരിക്കും നിങ്ങളൊക്കെ വളർന്നുണ്ടാവുക. എല്ലാവരും കൂട്ടി നിന്നേന്നല്ല ഞാൻ പറയുകയാണ്, ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ. അപ്പോൾ നമ്മുടെ സാരിത്തുമ്പ് പിടിച്ച് നമ്മുടെ വിരൽത്തുമ്പിൽ തൂങ്ങി നടന്ന അവർ പിന്നീട് നമ്മളോട് ആ സ്വാതന്ത്ര്യത്തിനോട് അടുക്കാൻ പോലും പേടിക്കും. പേടിയല്ല, അവർക്കൊരു എന്തോ ഒരു എന്താ, ഞാനിങ്ങനെ ചെയ്യുമ്പോൾ അമ്മയോടാണ് കൂടുതൽ സ്നേഹം എൻ്റെ ഭാര്യയ്ക്ക് തോന്നുന്നു, അങ്ങനെ പലരും വിചാരിക്കും. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വിചാരിക്കും. അപ്പം എന്താ അത് അവർക്ക് തോന്നുകയാണ്. ഈ വരുന്ന പെൺകുട്ടികൾക്ക് തോന്നും, അയ്യോ ഈ അമ്മേനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എന്നെ ആൾക്ക് ഇത്ര സ്നേഹമില്ല എന്നൊരു മനോഭാവം അവരുടെ മനസ്സിൽ വരും. അത് ഈ കൂടെ ജീവിക്കുന്ന ആൾക്ക് മനസ്സിലാവുമല്ലോ, അവരുടെ നോട്ടത്തിലും ഭാവത്തിലും മനസ്സിലാവും. അപ്പം അവരെന്ത് വിചാരിക്കും, അമ്മയോടുള്ള സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും കൂടി അത് പുറത്തേക്ക് എടുക്കാൻ അവർക്കൊരു മടി. അതുപോലെ അമ്മയ്ക്ക് മക്കളെ എന്നും മരണം വരെ ആ കുഞ്ഞു കുട്ടികൾ തന്നെ ആയിരിക്കും അവർ, എത്ര വലുതായാലും. ഇനി അമ്മയ്ക്കൊരു 80 വയസ്സായി, മക്കൾക്ക് 60 വയസ്സായി എന്ന് പറഞ്ഞാലും ആ 60 വയസ്സായാലും ഈ അമ്മയ്ക്കും അച്ഛനും അവർ ചെറിയ കുട്ടികളാണ്. അവരെന്നും അവരുടെ മനസ്സിൽ ആ കുഞ്ഞു കുട്ടികൾ തന്നെയാണ്, അല്ലാണ്ട് 60 വയസ്സായ വയസ്സെന്നല്ല. മനസ്സിലായോ? അപ്പം അവർക്ക് ആ ചെറുപ്പത്തിലുള്ള അതേ സ്നേഹം വാത്സല്യം അവരുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ അവർക്കത് പുറത്തെടുത്ത് പ്രവർത്തിക്കാനൊരു മടി ഉണ്ടാവും. അവരെ മുന്നോട്ട്, ചെറുപ്പത്തിൽ അവരെ മുന്നോട്ട് നയിച്ച ആ കൈകളും കാലുകളും പിന്നീട് എന്ത് ചെയ്യാതെ പറയും, പിന്നാക്കം. അവർ സ്വയം പിന്നാക്കം, അവരെ നടത്തിച്ചവരാണ് അവർ മുന്നോട്ട്. പക്ഷേ അവരുടെ കാലുകൾ പിന്നെ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ പിന്നാക്കം എല്ലാം ഒന്ന് വലിയും. കാരണം ആ മക്കളുടെ കുടുംബജീവിതത്തിൽ നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ള ഒരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാകും. കാരണം ഓരോരോ പ്രവൃത്തിയിൽ മനസ്സിലാക്കാൻ പറ്റും, ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് മനസ്സറിയാൻ പറ്റും. അപ്പോൾ എല്ലാ അച്ഛനമ്മമാരും ഒന്ന് പിന്നോട്ട് മതി. അവരുടെ ജീവിതം, അവർ വിവാഹം കഴിഞ്ഞു വലുതായി, അവർക്കൊരു കുടുംബമായി, അപ്പോൾ അവരുടെ ജീവിതം അവർ ജീവിച്ചോട്ടെ. നമ്മൾ ഇത്രത്തോളമായി, നമ്മുടെ ജീവിതമൊക്കെ കഴിഞ്ഞു, അവരുടെ ഒരു കാര്യത്തിലും നമ്മൾ കൂടുതൽ ഇനി ഇടപെടരുത് എന്ന് വിചാരിച്ച് അവരൊന്ന് പിന്നോട്ടും. അത് മക്കളോട് സ്നേഹമില്ലാണ്ടല്ല, സ്നേഹം കൂടുതൽ കൊണ്ടാണ്. അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടുന്നത് അങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പോൾ ഏത് മാതാപിതാക്കളും കല്യാണം കഴിച്ച മക്കൾ സുഖമായി, അത് പെണ്ണായാലും ആണായാലും അവർ നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ചിരിച്ചും കളിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരിക്കലും ആ മക്കളുടെ ജീവിതത്തിൽ ഒരു കരിനിഴൽ പോലും വീഴരുത് എന്ന് ദിവസം പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ അതെല്ലാവരും മനസ്സിലാക്കില്ല. എന്തറിയോ, അച്ഛനും അമ്മയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്നോടുള്ള സ്നേഹം കുറയുമോ എന്ന ഒരു മനോഭാവം ചില കുട്ടികൾക്കുണ്ട്. ചിലല്ല, മിക്കവാറും അതാണ്. അപ്പം അച്ഛനും അമ്മയെ ഇത്ര ഒരു കാര്യം അവർ മനസ്സിലാക്കണം. എന്താ പറയുക, അച്ഛനും അമ്മയെ എത്രത്തോളം മക്കൾ സ്നേഹിക്കുന്നോ ആ മക്കൾ അവരുടെ കുടുംബത്തെ, അവരുടെ ഭാര്യ മക്കളെ അതേപോലെ സ്നേഹിക്കും, അതിൽ കൂടുതൽ സ്നേഹിക്കും. അത് മനസ്സിലാക്കാതെ എങ്ങനെ ഉണ്ടാവും. അപ്പം അത് മനസ്സിലാക്കി അച്ഛനും അമ്മ എന്ത് ചെയ്യും, ഒന്നും ഒഴിവല്ലേ. കാരണം അവരുടെ ജീവിതത്തിൽ നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടും വരരുതേ എന്ന് ആഗ്രഹിക്കും. അതുപോലെ ആഗ്രഹം ഉണ്ടെങ്കിലോ ആ മകനെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നോ ഉമ്മ വെക്കണമെന്നോ അവനെ തലോടണമെന്നോ അവനെ മാറോട് ചേർക്കണമെന്നോ ഒക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അപ്പോഴും അവർ ചില മനോഭാവം അവരെ പിന്തിരിപ്പിക്കും. കാരണം അവരപ്പോൾ ഓർക്കുന്നത് അതാണ്, ഞാൻ എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ എൻ്റെ മകളുടെ ജീവിതത്തിലോ എന്തെങ്കിലും ഒരു കരിനിഴൽ വന്നാലോ അത് വേണ്ട. അവർ സുഖമായി അമ്മയോടാണ് കൂടുതൽ സ്നേഹം അല്ലെങ്കിൽ അച്ഛനോടാണ് കൂടുതൽ സ്നേഹം എന്ന് തോന്നിയാലോ, ദിവസം ചോറ് വിളമ്പി തന്നെ എന്നോടില്ല എന്നൊരു തോന്നൽ വരുന്നത് സ്വാഭാവികമായിട്ട് പിൻവലിയാണ്. നമ്മളെക്കാൾ കൂടുതൽ
ഇപ്പൊ ഞാനൊരു 20 വയസ്സ്, എനിക്കൊരു മകളുണ്ടെങ്കിൽ ഞാനൊരു 22 വയസ്സ് വരെ ഞാൻ നോക്കും. പിന്നെ ഞാൻ ഒരാളുടെ കയ്യിൽ അവളെ ഏൽപ്പിക്കുകയാണ് കല്യാണം കഴിച്ച്. പിന്നെ ജീവിതകാലം മുഴുവൻ അവളെ നോക്കേണ്ടത് അവനാണ്, അല്ലേ? ആ ഭർത്താവാണ്. അപ്പോൾ ആരുടെ കൂടെയാണ് കൂടുതൽ കാലം അവർ ജീവിക്കുക? ആ ഭർത്താവിൻ്റെ കൂടെ. അതുപോലെ ഒരു മരുമകൾ മകനൊരു കല്യാണം കഴിഞ്ഞ ഒരു മരുമകൾ വന്നു കഴിഞ്ഞാൽ ഒരു 25, 26, ഇനി 30 വയസ്സിൽ കല്യാണം കഴിഞ്ഞാൽ അത് പിന്നെയുള്ള കാലം മുഴുവൻ ആ മരുമകളുടെ കൂടെയാണ് അവൻ ജീവിക്കേണ്ടത്, ഭാര്യയുടെ കൂടെ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എല്ലാ അച്ഛനമ്മമാരും ഒരു പരിധി വരെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് നമ്മൾ മനസ്സിലാക്കി ഒന്ന് പിൻവലിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം നന്നായി പോകും. അതാണ് എൻ്റെ അഭിപ്രായം. അല്ലാണ്ട് മക്കളോടോ മരുമക്കളോടോ സ്നേഹം ഇല്ലാണ്ടല്ല. സ്നേഹം ഒരുപാട് ഉണ്ടെങ്കിലും കൂടി നമ്മൾ അവരുടെ എല്ലാ കാര്യത്തിലും ഇടപെടാനും പോകരുത്. കാരണം അവർക്ക് ജീവിക്കാൻ അറിയില്ലേ? അവർക്ക് ജീവിക്കാൻ അറിയാം, അവർക്ക് എല്ലാ ബുദ്ധിയും എല്ലാം ഉണ്ട്. അപ്പോൾ അവർ സ്വസ്ഥതയോടെ സമാധാനത്തോടെ അവരവരുടെ തീരുമാനം അവർക്ക് പരസ്പരം എടുക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ ആവശ്യം അവർക്കില്ല. നമ്മൾ കൈ പിടിച്ച് നടത്തിയതും സംസാരിക്കാൻ പഠിപ്പിച്ചതും ഒക്കെ ഒരു കാലം. ആ കാലത്ത് അവർക്ക് നമ്മൾ വേണം. പക്ഷെ പിന്നെ അവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, അവർ സ്വയം പ്രാപ്തരാണ്. അപ്പം നമ്മൾ എന്തിനാണ് അവരുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നത്? അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്യുമ്പോഴാണ് കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുക. പിന്നെ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവസാനം പറയും അച്ഛനും അമ്മയും കാരണമാണ് ഇങ്ങനെയെന്നുള്ളൊരു തോന്നൽ അവർക്ക് വരും. അതിനൊന്നും ഇടകൊടുക്കാണ്ടാണ് ചില അച്ഛനും അമ്മകളും മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക അവരുടെ കാര്യത്തിൽ അധികം ഒന്നും പറയാൻ പോലും. ഇതുകൊണ്ടൊക്കെ ശരിക്കും ഒരു അനുഭവം അമ്മ കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെയെന്ന് പറഞ്ഞാൽ എനിക്കറിയുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ആമക്കളും പെമ്മക്കളും രണ്ടും ഉണ്ട്. ആമക്കളെ കെട്ടിച്ചു കൊടുത്തവരെ ഭാര്യമാരും വന്നിട്ടുണ്ട്, പെമ്മക്കളെ കെട്ടിച്ചു കൊടുത്തവരുടെ ഭർത്താക്കന്മാരും വന്നിട്ടുണ്ട്. ഈ രണ്ടുപേരോടും പെരുമാറ്റങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് പകുതി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കാരണം അവൻ്റെ ആ പാസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഇന്ന് ജനങ്ങൾ ഫോളോ ചെയ്യുന്ന പ്രസൻറ്റ്. ഇതന്നെയാണ് ഇനി മുന്നോട്ട് നാളെ ജനങ്ങൾ കൊണ്ടുനടക്കാൻ പോകുന്ന ഫ്യൂച്ചറും, അല്ലേ? ആ പാസ്റ്റ് എന്ന് പ്രസന്റ് തന്നെയാണ് ഫ്യൂച്ചർ. എത്രയൊക്കെ സ്നേഹിച്ച് നോക്കിയാലും എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ, എത്രയൊക്കെ നന്നായി നോക്കിയാലും അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി അവർക്ക് പിണങ്ങാനൊക്കെ. അങ്ങനെ അനുഭവങ്ങൾ ഇഷ്ടം പോലെയല്ലേ. അപ്പം അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഈ അനുഭവം കണ്ട് വലിയ വലിയ കുടുംബത്തിലൊക്കെ ജീവിച്ച നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും ഇതേപോലെ അവരെല്ലാത്തിനും പ്രാപ്തരായവരാണ്. അവർ ഭാര്യയും ഭർത്താവും കൂടി തീരുമാനിക്കും അവരുടെ കാര്യവും. അതിന് നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാതെ ഇടപെടുന്നത്? നമ്മുടെ കടമകൾ കഴിഞ്ഞു, നമ്മളെ അവിടെ വളർത്തി വലുതാക്കി അവരൊരു സ്ഥിതിക്ക് അവരായി, അല്ലേ? അപ്പോൾ അതിനുശേഷം പിന്നെയും നമ്മൾ അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകാൻ പാടില്ല. ഞാൻ പറയുകയാണെങ്കിൽ അത് പോകുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ വരിക. ഇപ്പം യഥാർത്ഥത്തിൽ എങ്ങനെയാ പറഞ്ഞാൽ, അഥവാ കൂടുതൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മകൻ്റെയോ മകളിൻ്റെയോ സങ്കടം കാണേണ്ടി വരും. ആ ജീവിതം തകർന്നത് അച്ഛനും അമ്മയും കൊണ്ടാണെന്ന് നാളെ അവർ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരും. ആ അനുഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചവർ ഇനിയൊരു അനുഭവം അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സമൂഹത്ത് കാണാം, കുടുംബത്ത് കാണാം, ചുറ്റുവട്ടത്ത് കാണാം, എവിടെ വേണേലും കാണാമല്ലോ ഇങ്ങനെ അനുഭവങ്ങൾ. അപ്പോൾ അവരെന്ത് ചെയ്യും? മനസ്സ് നിറച്ച് സ്നേഹം വെച്ച് ഈ ലോകത്ത് മക്കളെ നടക്കാൻ പഠിപ്പിച്ചവർ, ഓടാൻ പഠിപ്പിച്ചവർ, ഓടി നേടാൻ പഠിപ്പിച്ചവർ, ആ മകനെന്ന് ഉമ്മ വയ്ക്കണമെന്ന് കൊതിക്കുന്നവർ, ഏറ്റവും കൂടുതൽ അവനെപ്പറ്റി പ്രശംസകൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നവർ, പ്രശംസകൾ പറഞ്ഞാലും മകനാവട്ടെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാലും അപ്പുറത്ത് എന്നെക്കാളിലും വലുതാണ് നിങ്ങളുടെ അമ്മ എന്നൊരു തോന്നൽ എപ്പോൾ വരും? അവരിങ്ങോട്ട് പ്രകടിപ്പിക്കുമ്പോൾ തിരിച്ച് ആ സ്നേഹം ഓട്ടോമാറ്റിക്കലി പ്രകടിപ്പിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നവരാണ്, നിങ്ങളുടെ അച്ഛനും അമ്മേൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ സമ്പൂർണ്ണമായിട്ട്. കാരണം മക്കൾ എന്ന് പറയുന്നവരുടെ ചെറിയ മാറ്റങ്ങളില്ലേ, ആ ചെറിയ ദുഃഖങ്ങളൊരു കണ്ണോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും അച്ഛനമ്മയ്ക്ക്. കാരണം എന്താ പറയുക, ഒരു നൂലിട വ്യത്യാസം വരുമ്പോൾ എൻ്റെ മകനോ എൻ്റെ മകൾക്കോ ഇത് സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ ലോകത്തൊരു ശക്തിക്ക് മാത്രമേ സാധിക്കുള്ളൂ, അതാണ് അച്ഛനും അമ്മയും. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ മുഴുവൻ മക്കളിൽ ഏൽപ്പിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മക്കളുടെ സ്വപ്നം കണ്ട് ആ മക്കൾക്ക് ആ സ്വപ്നം ഏൽപ്പിച്ച് അവർ വലുതാവുന്ന സന്തോഷം കൊണ്ട് നോക്കുമ്പോൾ സ്വന്തം കാലുകളിലും മനസ്സുകളിലും ഒരു ചങ്ങല കെട്ടിയിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അച്ഛനും അമ്മയും ഒരു ഭാരം ആവാണ്ടിരിക്കട്ടെ. അകലയിൽ നിന്ന് നോക്കി സ്നേഹം കാണിക്കുക. അകലയും ചന്ദ്രമാമനെ നോക്കി സ്നേഹം കാണിക്കുമ്പോൾ സ്നേഹം എന്നും പരിപൂർണമായിട്ട് ഒരു ജീവിതം നന്നായിരിക്കണമെങ്കിൽ കുറച്ച് അകന്ന് നിന്നിട്ട് പ്രകടിപ്പിക്കുന്ന സ്നേഹങ്ങളൊക്കെ ഉള്ളിൽ ഒളിച്ചു വെച്ച് പ്രകടിപ്പിച്ചാൽ മാത്രമേ ജീവിതം നന്നായിരിക്കുള്ളൂ. ഏത് മക്കൾക്കും അച്ഛനമ്മമാരോട് സ്നേഹം ഉണ്ടാവും. അതുപോലെ അച്ഛനമ്മമാർക്ക് പിന്നെ മക്കളെ എന്നും എത്ര വലുതായാലും ഏത് നിലയിലും അവർ എത്ര വലിയ രാജാക്കന്മാരായാലും ശരി, അച്ഛനും അമ്മയ്ക്ക് അവർ ചെറിയ മക്കളാണ്, അവർ കുഞ്ഞു കുട്ടികളാണ്. അപ്പൊ അവരുടെ ജീവിതത്തിന് വേണ്ടിയായിരിക്കും അവരുടെ പ്രാർത്ഥന എന്നും, അവരുടെ മനസ്സിൽ അവരെന്നും അതേ സ്നേഹത്തോടെ. ചിലർക്ക് തോന്നും എന്താണ്
ഞാനിപ്പോൾ ഇത്ര വലുതായി, എന്നോട് എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ആ സ്നേഹമില്ല, ആ പ്രകടിപ്പിക്കലില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥ സത്യം പലരും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. പല കുടുംബങ്ങളിലും ആ പ്രകടിപ്പിക്കേണ്ട അവരിയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓവറായിട്ട് പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ എന്തോ എൻ്റെ ഭാര്യനെയോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെയോ മയക്കെടുക്കാൻ നോക്കുകയാണെന്നുള്ള വാക്കടക്കം കേൾക്കേണ്ടി വരും. കാരണം അമ്മമാരൊന്നും പഴയ അമ്മമാരല്ല, അച്ഛന്മാരൊന്നും പഴയ അച്ഛന്മാരല്ല. കാലങ്ങൾ കഴിയുമ്പോൾ അവർക്ക് മാറ്റങ്ങൾ വരും. അപ്പോൾ ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മ യഥാർത്ഥമായിട്ട് ഒരു അനുഭവം കൊണ്ട് പറയുകയാണ്, മൊത്തത്തിലൊരു കണ്ട ദൃശ്യം കൊണ്ട് ലോകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഓർത്ത് പറയുകയാണ്. എല്ലാ അച്ഛനും അമ്മമാരും വിചാരിക്കണം എന്തല്ലോ, നമ്മുടെ ആർക്കും ഭാരമാവാൻ പാടില്ല, അഥവാ നമ്മളൊന്ന് കടപ്പിലായ ഒരുപാട് കാലം ജീവിക്കാൻ പാടില്ല. എല്ലാവരും ഇങ്ങനെ ആരോഗ്യത്തോടെ തന്നെ മരിച്ചു പോകുന്ന ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ കടക്കപ്പായലൊക്കെ കഴിഞ്ഞ് മകനോ മകളോ മരുമകളുടെ ഒരു ഔദാര്യത്തിന് പറ്റി ഛേ എന്നൊരു വാക്ക് എത്ര നല്ല മകൻ്റെ വായെന്നും അറിയാതെ വന്നു പോകുമല്ലോ, ആ ഒരു അവസ്ഥ വരാതെ കൊണ്ടുപോകണേ സർവേശ്വര എന്നൊരു പ്രാർത്ഥനയുണ്ടാവും. അതുപോലെ തന്നെ ലക്ഷങ്ങളൊക്കെ മുടക്കി അമ്മയ്ക്കോ അച്ഛനോ പോലെ ചിലവോ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ പ്രാരാബ്ധങ്ങൾ വീണ്ടും കേൾക്കുമ്പോൾ ഇനിയൊരു വട്ടം എനിക്കങ്ങനെ വരാതെ എനിക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ അതൊരു മരണം മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് അങ്ങനെയും ചിന്തിച്ചു പോകും. ലോകം അത്ര മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും ഒരിക്കലും മക്കളോടുള്ള സ്നേഹം കുറയുമില്ല. ഒന്ന് സംസാരം കുറഞ്ഞൊന്ന് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഒന്ന് പുകഴ്ത്തി പറയൽ കുറഞ്ഞൊന്ന് വെച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പണ്ടത്തെ പോലെ ഉമ്മ വയ്ക്കില്ല, കെട്ടിപ്പിടിക്കില്ല, ഉരുള തരില്ല എന്ന് പറഞ്ഞിട്ടോ ഒന്നും അച്ഛനമ്മമാരുടെ സ്നേഹമൊന്നും ഒരിക്കലും കുറയില്ല. ആ സ്നേഹം ഈ ഭൂമി ഉള്ളവരും നിങ്ങളുള്ളവരെ ഉണ്ടാവും. ഞങ്ങളുടെ എല്ലാ അച്ഛനമ്മമാരുടെ ജീവിതകാലം മുഴുവൻ ആ മക്കളോടുള്ള സ്നേഹം. പിന്നെ ഒരു ദിവസമുണ്ട്, ഓരോ ദിവസവും ആ അച്ഛനും അമ്മയും ഓർക്കും. അമ്മമാർ കൂടുതൽ, അച്ഛന്മാരെക്കാളും കൂടുതൽ ആ ചെറുപ്പത്തിൽ ആ മക്കള് അവരോട് പെരുമാറിയ രീതി, അവരോട് വാശി പിടിച്ചിരുന്ന ഓരോരോ കാര്യങ്ങള്, ചിലർ ഇന്ന് ഓർത്തില്ലെങ്കിൽ അവര് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കണത്. അവര് ചെറുപ്പത്തിൽ ഒരു വയസ്സായ കുട്ടി തൊട്ട് ഒരു 10-11 വയസ്സ് വരെ അവരുടെ സാരി തുമ്പും പിടിച്ചിങ്ങനെ നടക്കുന്നതും, അവരോട് ആഗ്രഹങ്ങൾ പറയണതും, കണ്ടില്ലെങ്കിൽ കരയുന്നതും, ഉറങ്ങുമ്പോൾ കയ്യിൽ സാരിയൊക്കെ ചുറ്റിപ്പിടിച്ച്, എൻ്റെയൊക്കെ ഓർമ്മയിലുണ്ട് വന്നാൽ സാരിയൊക്കെ ചുറ്റിപ്പിടിച്ച് എൻ്റെ അമ്മ എവിടെയെങ്കിലും പോവോ എന്നിട്ട് അതും ചുറ്റിപ്പിടിച്ചിട്ട് കിടക്കുന്ന ആ കുട്ടികളുടെ ഏതാണ്ട് കുട്ടികളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുപോലെയുള്ള കാലങ്ങളൊക്കെ അവരിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ആലോചിക്കും, അയ്യോ എൻ്റെ മക്കൾ എന്തിനാണല്ലേ വളർന്നത് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. എന്താ പറയുക, ആ മക്കളുടെ ആ സ്നേഹമില്ല, അതെന്നെ മതിയായിരുന്നു, എന്തിനാ അവർ വളർന്നു വലുതായത്. അപ്പൊ ഈ പഴയ കാലത്തേക്ക് തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചിന്തയും കൂടി ഉണ്ട്. എന്താ പറഞ്ഞാൽ അത് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ അമ്മമാർക്കും, എത്രയോ അമ്മമാർക്ക് തോന്നും, എൻ്റെ മക്കൾ എന്തിനാ വലുതായത്, എൻ്റെ മക്കൾ ആ ചെറിയ പ്രായത്തിൽ ഒരു അമ്മയെ കണ്ടില്ലെങ്കിൽ കരയുക, അമ്മേനെ കെട്ടിപ്പിടിക്കുക, അമ്മ എണീറ്റ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സാരിയൊക്കെ ചുറ്റിയിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ അമ്മയൊന്ന് അനങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടി ഉണരും. നമ്മുടെ തൊണ്ട് കരയരുതമ്മ ചങ്ക് പൊട്ടുന്ന മക്കള്. ആ ഒരു കാലം എൻ്റെ മക്കൾ എന്തിനാ, ആ ഒരു കാലം തന്നെ മതിയായിരുന്നു, അങ്ങനെയൊക്കെ തോന്നും. അപ്പൊ നമുക്കറിയാതെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ മക്കളോടുള്ള ആ സ്നേഹമില്ലേ, അത് ഒരു കാലത്തും അമ്മയിൽ നിന്നോ അച്ഛനിൽ നിന്നോ മാഞ്ഞു പോവില്ല. അവര് ഒന്ന് പിന്നാക്കം വലിഞ്ഞു കൊടുക്കുകയാണ്. അവര് നടത്താൻ പഠിപ്പിച്ച അതേ കൈകളും അവരെ നടത്താൻ പഠിപ്പിച്ച കൈകളും കാലുകളും പിന്നീട് അവരിൽ നിന്നും പിന്നിലേക്ക് പോവുകയാണ്. അതെന്തിനാന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സുരക്ഷിതത്വത്തിന് വേണ്ടി, അവരുടെ സമാധാനത്തിന് വേണ്ടി, അവരുടെ സന്തോഷമായ ജീവിതത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ് എല്ലാ മാതാപിതാക്കളും. അങ്ങനെ തന്നെയാണ് ലോകത്തുള്ള മുഴുവൻ അച്ഛനമ്മമാർക്കും അതാണ് സത്യം. പക്ഷെ എല്ലാവരും വിചാരിക്കും അച്ഛനും അമ്മയ്ക്കും സ്നേഹമില്ല, ഞാൻ വലുതായപ്പോൾ എന്നോട് ഒരു സ്നേഹമില്ല, എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്നോട് സ്നേഹമില്ലാണ്ടായി, അങ്ങനെയൊക്കെ പോയി. പക്ഷെ ഒരിക്കലും അതല്ല. അവരോട് ആ കാണിച്ച പണ്ടത്തെ സ്വാതന്ത്ര്യത്തോടെ അമ്മയച്ഛനും പെരുമാറാൻ പാടില്ല എന്ന അവർക്ക് അതിൻ്റെതായ എന്തെങ്കിലും ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവും. അതിൽ നിന്ന് പിൻവലിഞ്ഞ് അവരുടെ സന്തോഷമായ ജീവിതത്തെയാണ് അവർ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഇതില് ഒരു കാര്യമുണ്ട്, ഈ മകളുടെ ഭർത്താവായാലും മകൻ്റെ ഭാര്യയായാലും ഇങ്ങനെ ചിന്തിക്കുന്ന ഓരോ വ്യക്തികളും ഒരാൾ അച്ഛനാവും, ഒരാൾ അമ്മയാവും. അന്ന് അവരും ഇതുപോലെ വലിഞ്ഞ് പിന്നാക്കം മാറും. അന്ന് ഈ അമ്മായിയമ്മ എന്ന് പറയണവരോടോ ഈ അമ്മയുടെ സ്ഥാനത്തുള്ള മറ്റേതൊരു വ്യക്തിയോടോ അവർ കാണിച്ചിട്ടുള്ള ആ ഒരു രീതികളുണ്ടല്ലോ, അത് തിരിച്ചവരിന് ഫോളോ അപ്പ് ആവും. കാരണം ആ പാസ്റ്റ് പ്രസന്റിലുണ്ടാവും, ഈ പ്രസന്റ് ഫ്യൂച്ചറിലുണ്ടാവും. എത്രയോ വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികളെ പോയിട്ട് പിന്നെ വരുമ്പോൾ ആ അമ്മ എന്ന് വിളിച്ച് നടന്ന ആ പെൺകുട്ടികള് അമ്മമാരോട് കാണിക്കുന്ന രീതി കാണുമ്പോൾ അതിശയം തോന്നിയിട്ടുണ്ട്. കാരണം ഈ കുട്ടീനെ ഇവരല്ലേ കല്യാണം കഴിച്ചു കൊടുത്തത്. ഒരു ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ കുട്ടി എന്താ ഇങ്ങനെ മാറിയത്, വിരുന്നുകാരിയായി മാറി. അവളുടെ സംസാര രീതികൾ മാറി. അപ്പം ഇതിൽ ഈ തേങ്ങ വെച്ച് കൊടുക്കുക, അത് വെന്തു, ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക.
അവളവിടേക്ക് വിരുന്നുകാരിയാണ്. അവൾക്ക് എല്ലാവരും ഒരുക്കി കൊടുക്കണം. അവളവിടെ ഒന്നും ചെയ്യില്ല. അമ്മയോട് ഇത് അമ്മ എന്നെ നോക്കിയത് ശരിയായില്ല, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഇനി ഇതൊന്നും തിളക്കില്ലേ, അപ്പോൾ ഈ മുട്ടയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവസാനം നമുക്ക് അത് തിളക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ലോകം തന്നെ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, മാതാ പിതാ ഗുരു ദൈവം. അപ്പോൾ ഈ എല്ലാ സംഭവത്തിനെക്കാട്ടിലും ഏറ്റവും ആദ്യം മാതാവ്, അത് കഴിഞ്ഞ് പിതാവ്, അത് കഴിഞ്ഞ് ഗുരു, അത് കഴിഞ്ഞ് ദൈവം എന്നല്ലേ പറയുക. അപ്പോൾ ഈ ലോകത്തിൻ്റെ അവസാനം വരെ ഇതിങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഈ പിരിമറിഞ്ഞ് മാറുന്നതൊക്കെ ചില മക്കളുകൾ എന്നാൽ ലോകത്തുള്ള എല്ലാ മക്കൾക്കും എല്ലാ അമ്മമാർക്കും സമർപ്പിക്കുന്ന ഒരു മെസ്സേജായി പോയി അമ്മ പറഞ്ഞത്. ഇത് വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, പക്ഷെ എന്നാലും പറയാം. അപ്പോൾ എല്ലാവരും ബാല്യകാലത്തെ കുറിച്ച് എന്തിനാണ്, ബാല്യകാലത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു അച്ഛനും അമ്മയുടെ സ്നേഹം മാത്രമല്ല, നിഷ്കളങ്കമായ അമ്മേനെ അച്ഛനെ സ്നേഹിക്കുന്ന ചില മക്കളുടെ സ്നേഹം കൂടി ഉണ്ട് അല്ലേ. ബാല്യകാലം ഒരു സുവർണ്ണകാലം തന്നെയല്ല. അതുപോലെ ഒരു കാലം ഒരിക്കലും വീണ്ടും ആർക്കും കിട്ടില്ലല്ലോ, അതാണ് പറയുന്നത്. അപ്പം ഇതിൽ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ലാസ്റ്റ്. എന്നിട്ട് ഇത് ആയി, ഇതൊന്ന് തിളച്ചാൽ മതി. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് വറവിടൽ അവസാനമാണ്. അപ്പോൾ മാതാപിതാക്കളുടെ സ്നേഹം കുറയുണ്ടെന്ന് പരാതിയില്ലവള്ള മക്കൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പെൺമക്കളായാലും ആൺമക്കളായാലും ചിന്തിച്ചോളൂ. നിങ്ങൾക്കൊരു കല്യാണം കഴിഞ്ഞു, നിങ്ങൾക്കൊരു ഭർത്താവ് വന്നു. ആ ഭർത്താവുള്ള സമയത്ത് 5 മിനിറ്റ് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ അമ്മയോ അച്ഛനോ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളോട് കുത്തുവാക്ക് പറഞ്ഞു തരാണെന്ന് ആ വന്ന നിങ്ങളുടെ ഭർത്താവ് വിചാരിക്കും. അതുപോലെ തന്നെ മകൻ വർഷങ്ങൾ കഴിഞ്ഞ് അമ്മേൻ്റെ അടുത്ത് വരികയാണ്, എവിടെയെങ്കിലും വേറെ സ്ഥലത്തായിരിക്കും, വന്നു കഴിഞ്ഞിട്ട് മകനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് മടി കടത്തിട്ട് കുറച്ച് നേരം എൻ്റെ അടുത്ത് ഇരിക്കുമോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുമോൾക്ക് വിചാരിക്കും ഇതെന്തോ അമ്മ വശീകരണ മന്ത്രം ചെയ്യുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ ഈ മോശപ്പേര് ഈ പാവപ്പെട്ട അമ്മയ്ക്ക് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ അമ്മയോ അച്ഛനോ ആവണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെയൊക്കെ വേദനകൾ എന്താണെന്നല്ലേ. അപ്പോൾ ഇന്ന് ഭയങ്കര സീരിയസ് മാറ്റർ ആണല്ലോ വന്നത്. അത് ഈ ബാല്യത്തിന്റെ ചോദിച്ചപ്പോ എന്തിനാണ് എല്ലാവരും ബാല്യം, ഇങ്ങനെ ഒരുപാട് കഥകളുണ്ടാവും. അപ്പൊ എന്തായാലും എന്താ പറയാ, ലോകത്തുള്ള എല്ലാ അച്ഛനമ്മമാർക്കും, കാരണം മിക്കവാറും അച്ഛനമ്മമാരുടെ മനസ്സൊക്കെ എങ്ങനെ ആയിരിക്കും അല്ലേ, അപ്പോൾ എല്ലാ വീട്ടിലേക്കും നല്ല മകളുടെ ഭർത്താവ് വരണമെന്നില്ല, നല്ല മരുമകൾ വരണമെന്നില്ല, എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പോക്കന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള 90% വീടുകളുണ്ടാവും. ആ വീടുകളിൽ പിന്നിവലിഞ്ഞ് നിൽക്കുന്ന അമ്മയോ അച്ഛനെയോ ഒന്നും സ്നേഹമില്ല എന്ന് കരുതരുത്. അതുപോലെ തന്നെ പിന്നിവലിഞ്ഞ് ചെയ്യുന്ന മക്കൾക്കും തിരിച്ച് അങ്ങോട്ടും സ്നേഹമില്ല എന്ന് വിചാരിക്കരുത്. അവരും അതേപോലത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നെ ആയിരിക്കും. പക്ഷെ എന്തൊക്കെയായാലും മനസ്സിൽ ആ സ്നേഹം ഒന്നും ശാശ്വതമായിട്ടുണ്ടെങ്കിൽ മതി. അതിനെക്കാളും വലുതൊന്നുമില്ല പ്രകടിപ്പിക്കുന്ന മനസ്സല്ല ഏറ്റവും വലുത്. ആ മനസ്സിൽ അവരെന്നും കുട്ടികളായിട്ടുണ്ടാവും. അവർക്കും മനസ്സിലെന്നും നമ്മൾ ആ പഴയ അമ്മയും അച്ഛനും തന്നെ ആയിരിക്കും. അത് 100% ഉറപ്പാണ്. അപ്പോൾ ലോകത്തുള്ള എല്ലാ അച്ഛനമ്മമാർക്കും നമ്മുടെ അച്ഛനമ്മയുടെ ഓർമ്മയോട് കൂടിയിട്ട് നിങ്ങളുടെ അച്ഛനമ്മ അനുഭവിച്ചതാണ് പിന്നീടുള്ള ബാക്കിയുള്ള തലമുറകൾ അനുഭവിച്ചത്. ബാക്കിയുള്ള തലമുറകൾ അനുഭവിച്ച് തന്നെയാണ് ഇനി വരാൻ പോകുന്ന തലമുറകൾ അനുഭവിക്കുന്നത്. ഇതിലൊന്നും ഒരു മാറ്റം ഒരു കാലത്തും ഉണ്ടാവില്ല. നാളെ മനുഷ്യൻ വർക്ക് ചെയ്യുന്നതിന് പകരം വീട്ടിലെ ജോലിക്കാരൊക്കെ ആയിട്ട് റോബോട്ട് വന്നാലും ഈ അമ്മയുടെ അവസ്ഥ, ഈ മരുമക്കളുടെ അവസ്ഥ, ഈ മരുമകൻ്റെ അവസ്ഥയൊന്നും ഒരിക്കലും മാറില്ല. മഹാഭാരതം തൊട്ട് മാറിയിട്ടില്ല, രാമായണം തൊട്ട് മാറിയിട്ടില്ല, ഏതോ BC-യിലും മാറിയിട്ടില്ല. ഇനി വരാൻ പോണ ഒരു CC വന്നാലും മാറില്ല അല്ലേ. അപ്പോൾ ലോകത്തിൻ്റെ അവസാനം വരെ ഇതിങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നാവും. ഒരുപാട് നമ്മൾ പുരോഗമിക്കും, പക്ഷേ ഈ പ്രവൃത്തിയിൽ അല്ലേ ഒരുപാട് പുരോഗമിക്കും, ലോകം തന്നെ പുരോഗമിക്കും. പക്ഷേ ഈ ഒരു കഥയിൽ ഒരു വ്യത്യാസം ഒരു കാലത്ത് ഉണ്ടാവില്ല. ഇതാണ് കറി. അപ്പോൾ ഇത് ഇങ്ങനെ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് വെക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇപ്പം എനിക്ക് മനസ്സിലായി, നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റ് കറിയാണ്, എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ ഡിഷ് ഇതാണ്. ഇന്നത്തെ കണ്ടില്ലേ മുട്ടക്കറി. ഭയങ്കര എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതിന് ഒരുപാട് എണ്ണ ചെലവാക്കി വഴറ്റുക ഒന്നും വേണ്ട. ലാസ്റ്റ് ഒരു വറവിടലും ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതുപോലെ മസാലകളൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇന്ന് നല്ല സീരിയസ് മെസ്സേജ്, സീരിയസ് സബ്ജക്ഷൻ തന്നെ കണ്ടു. അപ്പോൾ എല്ലാവർക്കും ബൈ.